എന്തായാലും കേരള കോൺഗ്രസിന്റെ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. നിർമ്മല ജിമ്മി മോൻസ് ജോസഫിനോട് എതിരിടാൻ കളത്തിലിറങ്ങിയാണ്. കടുത്തുരുത്തി UDFന്റെ ഒരു കോട്ടയായി നിൽക്കുകയാണ്. അതിലൊരു അട്ടിമറി സാധ്യമാണോ? എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? തീർച്ചയായും സാധ്യമാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ടേമിലെ MLA ആയിരുന്നിട്ടും കടുത്തുരുത്തിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിൽ എത്തിക്കാൻ അവിടുത്തെ MLAക്ക് സാധിച്ചിട്ടില്ല. കുറവലങ്ങാട് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായും അതിനുശേഷം പ്രസിഡന്റായും ഒക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു എന്നത് ഈ നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എനിക്ക് ധൈര്യമുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായും ഒക്കെ ബഹുമാന്യനായ മാണിസാർ തന്ന അവസരങ്ങൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കുറവലങ്ങാട് ഡിവിഷനിൽ മത്സരിപ്പിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പ്രിയങ്കരനായ ജോസ് കെ മാണി പാർട്ടി ചെയർമാൻ എന്നെ നിയോഗിച്ചു. അവരുടെയൊക്കെ ആ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കടുത്തുരുത്തിയുടെ വികസന മുരടിപ്പ് മാറ്റുന്നതിനും കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വികസനത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്നതിനും ഉള്ള ദൗത്യം എന്നെ പാർട്ടി ചെയർമാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, LDF ഇടതുപക്ഷ മുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായും നിർവഹിക്കും. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വികസന കുതിപ്പിലേക്ക് മാറ്റിയെടുക്കുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉണ്ടാവും. ഒരു വനിതാ പ്രാതിനിധ്യം കൂടിയാണ്. തീർച്ചയായിട്ടും വനിതകളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക് ത്രിതല പഞ്ചായത്തിൽ 33%, അതിനുശേഷം 50% ഇപ്പോൾ സംവരണമുണ്ടെങ്കിലും നിയമമുണ്ടാക്കുന്ന നിയമനിർമ്മാണ സഭയിലും അതുപോലെ പാർലമെൻറ്റിലുമൊക്കെ ഇതുവരെ ആ സംവരണ ആനുകൂല്യം ലഭ്യമായി തുടങ്ങിയിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് 33% നിയമസഭയിലും പാർലമെൻറ്റിലുമൊക്കെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും എൻ്റെ പാർട്ടി അതോടൊപ്പം ഇടതുപക്ഷ മുന്നണി എന്നെ കടുത്തുരുത്തിയിൽ ഒരു വനിതാ സാരഥിയായി അവിടെ മത്സരിപ്പിക്കാൻ അവസരം തന്നതിന് ഞാൻ പാർട്ടിയോട് കടപ്പെട്ടു. അതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അവരുടെയൊക്കെ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കടുത്തുരുത്തിയിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഉയരുവാനും കടുത്തുരുത്തിയുടെ ആ വികസന മുരടിപ്പ് മാറ്റിയെടുക്കുവാനും എന്നാലാവുന്ന എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ഈ കഴിഞ്ഞ തവണ 4000 വോട്ടിനാണ് ആ മണ്ഡലത്തിൽ സ്റ്റീഫൻ ജോർജ് പരാജയപ്പെട്ടത്. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറവലങ്ങാട് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ആ കുറവലങ്ങാട് ഡിവിഷനിൽ ഏതാണ്ട് 6000-ഓളം എന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകൾ വരുന്ന പ്രദേശത്ത് ഏതാണ്ട് 6000-ഓളം വോട്ടുകൾക്കാണ് എനിക്ക് ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിക്കുവാനും അവിടെ നിന്ന് പ്രസിഡന്റ് ആകുവാനും സാധിച്ചത്. അതിനുശേഷം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ആ നിയോജക മണ്ഡലത്തിലുടനീളം നടത്തുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ കുറവലങ്ങാട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് എനിക്ക് കിട്ടുമെന്ന എനിക്ക് ഉറപ്പുണ്ട്. അതോടൊപ്പം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ എനിക്ക് സാധിക്കും. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും നടത്തിയപ്പോൾ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മാത്രം ഇപ്പോഴും വികസന മുരടിപ്പ് തുടരുന്നു എന്നത് ഒരു സത്യമാണ്. കാരണം മറ്റുള്ളവർ കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങൾ തൻ്റേതാണെന്ന് അവകാശപ്പെടുന്നതിനപ്പുറത്തേക്ക് സ്വന്തമായി ഒരു വികസന കാഴ്ചപ്പാടില്ലാതെയാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലം മുന്നോട്ട് പോകുന്നത്. അത് മാറ്റിമറിച്ച് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ ഒരുപാട് വികസനങ്ങളുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസനത്തിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. അതിനുവേണ്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയും അതോടൊപ്പം ഇടതുപക്ഷ മുന്നണിയും എന്നെ കടുത്തുരുത്തിയിൽ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് നിർമ്മല ജിമ്മി ഉള്ളത്. വികസന മുരടിപ്പാണ് നിർമ്മല ജിമ്മി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ കടുത്തുരുത്തിൽ വിജയിക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നു. പാലയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.